രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും നിങ്ങൾക്കായി പറഞ്ഞു തരുന്നു ഡോക്ടേഴ്സ് വ്യൂ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചാണ്. ഇത് സ്ത്രീകൾ വളരെയധികം മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച്. അപ്പോൾ മുഖ്യമായും ജീവിതശൈലി രോഗങ്ങളിൽ വരുന്നത് പ്രമേഹം, രക്താതിസമ്മർദ്ദം, അമിതവണ്ണം അഥവാ പൊണ്ണത്തടി എന്ന് പറയുന്ന അസുഖങ്ങളാണ്. അപ്പോൾ പ്രമേഹത്തിനെക്കുറിച്ച് എല്ലാവരും ഒരുപാട് അറിയുന്നൊരു കാലഘട്ടമാണിത്. കാരണം നമ്മുടെ കൊച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ജീവിതശൈലി രോഗം പ്രമേഹം തന്നെയാണ്. അതോടൊപ്പം തന്നെ രക്താതിസമ്മർദ്ദം വളരെ കൂടുതലാണ്. പ്രമേഹം സാധാരണ 2 രീതിയിൽ നമുക്ക് വളരെ ബ്രോഡറായിട്ട് പറയാം. അതായത് ടൈപ്പ് 1 ഡയബറ്റീസ് എന്നും ടൈപ്പ് 2 ഡയബറ്റീസ് എന്നും. ടൈപ്പ് 1 ഡയബറ്റീസ് ചെറിയ കുട്ടികളിൽ ജന്മനാ തന്നെ ഉണ്ടാകുന്ന അസുഖം. അത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രീതിയിലല്ല. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം മുഖ്യമായും വരുന്ന അസുഖം. അതിന് ചികിത്സ പല രീതിയിലുണ്ട്. വളരെ ഫലപ്രദമായ ചികിത്സ തന്നെ ഇന്ന് ലഭ്യമാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രമേഹം എന്താണ് എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ എല്ലാവരുടെയും ആന്തരിക അവയവങ്ങളിലൊന്നായ പാൻക്രിയാസിൻ്റെ ഗ്രന്ഥികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോൺ ശരീരത്തിലെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുന്ന പ്രക്രിയയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്രമാതീതമായി ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുകയാണെങ്കിൽ അത് പലതരം അസുഖങ്ങളിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുന്നു. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഒരു നാച്ചുറലായിട്ടുള്ളൊരു ഹോർമോൺ അതാണ് ഇൻസുലിൻ. ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുടെ ക്ഷമത കുറയുകയോ, ഇത് ഉൽപ്പാദിപ്പിച്ച ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലേക്ക് ഉപയോഗിക്കാനായിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സിൻ്റെ അളവിലുള്ള വ്യത്യാസം അവർക്ക് നേരെ പ്രവർത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പ്രമേഹത്തിലേക്ക് പോകുന്നത്. എക്സസൈസായിട്ട് വരുന്ന ഭക്ഷണം ശരീരം ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ കൊഴുപ്പായിട്ട് ശരീരത്തിലേക്ക് അടങ്ങുന്നു. ഈ കൊഴുപ്പ് റിസപ്റ്റേഴ്സിനെ വർക്ക് ചെയ്യാനായിട്ട് വിസമ്മതിക്കുന്നു, അല്ലെങ്കിൽ റിസപ്റ്റേഴ്സിൻ്റെ ആക്ഷനെ അവർ കൃത്യമായി ഉപയോഗിക്കുന്നില്ല. അത് കാരണം ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് ക്രമീകരിക്കാനായിട്ട് ഈ ഗ്രന്ഥികൾക്ക് സാധിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മളുടെ കിഡ്നീസാണ് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നത്. കാരണം ഈ ഷുഗർ എല്ലാം മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുന്നു. കാരണം കിഡ്നിയിലുള്ള ട്യൂബ്യൂൾസിന് ഇത് തിരിച്ച് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പ്രമേഹം കൃത്യമായി നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ ആദ്യമായി കേടുവരാൻ സാധ്യതയുള്ള അവയവങ്ങളിലൊന്ന് കിഡ്നി ആയി മാറപ്പെടുന്നു. പ്രമേഹം കൃത്യമായി മോണിറ്റർ ചെയ്ത് അത് വളരെ നിയന്ത്രിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ പല അവയവങ്ങളും വളരെ പെട്ടെന്ന് തന്നെ കേടുപാടുകളിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പ്രമേഹം മരുന്ന് കണ്ടീഷൻസ് നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞു. അതായത് ഒന്നുകിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിന് അളവ് കൂടുതൽ, അതിനനുസരിച്ച് നമുക്ക് കൃത്യമായ വ്യായാമമില്ല, അത് കാരണം ശരീരത്തിന് ഈ എക്സസൈസായിട്ട് വരുന്ന ഫാറ്റ് അല്ലെങ്കിൽ കാലറീസ് ബേൺ ചെയ്യാനായിട്ടുള്ള സാഹചര്യം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് തരം ഭക്ഷണമാണ് കഴിക്കേണ്ടത്, ഏതെല്ലാം സമയത്താണ് കഴിക്കേണ്ടത്, എങ്ങനെ വേണം അത് ഉപയോഗിക്കാൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ സ്ത്രീകളിൽ പ്രത്യേകിച്ചും വരണം. കാരണം ഇന്ന് കുട്ടികളിൽ വളരെയധികം പ്രമേഹത്തിൻ്റെ തുടക്കം കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 20 പേർക്ക് ഇന്ന് പ്രമേഹം നമ്മുടെ കേരളത്തിൽ കാണുന്നുണ്ട്. അതേസമയം ഇന്ത്യയുടെ ഈ പ്രിവലൻസ് വാല്യൂ എന്ന് പറയുന്നത് 7ആണ്. അതായത് 100 പേരെ എടുക്കുമ്പം 7 പേർക്കേ കാണുന്നുള്ളൂ. ഒരുപാട് വികസിത രാജ്യങ്ങളിലും അന്യ രാജ്യങ്ങളിലുമെല്ലാം ഇത്രത്തോളം പ്രമേഹം കൂടി നിൽക്കുന്നൊരവസ്ഥ കാണുന്നില്ല. ചൈന മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നേ കാണുന്നത്. അതിന് കാരണം തന്നെ ചൈനയുടെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അതേസമയം നമ്മൾ കേരളത്തിലോട്ട് വരുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നത് ചണ്ഡീഗർ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ ഒരു ചെറിയൊരു സംസ്ഥാനമാണ്. ചണ്ഡീഗറിലും ഇതുപോലെ തന്നെ വളരെയധികം പ്രമേഹ രോഗികളുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ ഭക്ഷണക്രമം ഇന്നത്തെ ആധുനിക ജീവിതത്തിൻ്റെ ഒരുപാട് ഇൻഫ്ലുവൻസ് കാരണം ഭക്ഷണക്രമം ഒരുപാട് മാറുന്നുണ്ട്. പഴയതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഇന്നത്തെ തലമുറ ഉപയോഗിക്കുന്നില്ല. കൂടുതൽ മധുരമടങ്ങിയത് അല്ലെങ്കിൽ ഫാറ്റുള്ള പെട്ടെന്ന് എനർജി കിട്ടുന്ന രീതിയിലെ ഭക്ഷണങ്ങളാണ് ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് കാരണം തന്നെ ശരീരത്തിന് ഇതിനെ നിയന്ത്രിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ നിയന്ത്രിക്കാനുള്ള കഴിവ് ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നു. അത് കാരണം എന്താണ് നമ്മൾ കഴിക്കേണ്ട ആഹാരം അല്ലെങ്കിൽ ആഹാര രീതി എങ്ങനെയായിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ ചോറ് വളരെയധികം ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണ്. ചോറ് സാധാരണ പ്രമേഹം കൂട്ടാനായിട്ടും അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടാക്കാനായിട്ടും സഹായിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ്.
അത് കാരണം ചോറിൻ്റെ അളവ് ക്രമമായിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. എല്ലായ്പ്പോഴും പച്ചക്കറിയുടെ അളവും അതുപോലെ തന്നെ ഫ്രൂട്ട്സും നമ്മൾ ധാരാളം ഉപയോഗിക്കണം. അതേസമയം ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ ചോറിൻ്റെ അളവ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ മധുരവും വളരെയധികം കുറയ്ക്കേണ്ടതാണ്. അത് കാരണം കിഴങ്ങ് വർഗ്ഗങ്ങൾ, നല്ല മധുരമുള്ള ഫ്രൂട്ട്സ്, ചായയിലോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന പാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര, ഇതെല്ലാം നന്നായി ക്രമീകരിക്കണം. രണ്ടാമത്, ഗോതമ്പ് ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കൂട്ടുന്നത് വളരെ നല്ലതായിരിക്കും. ഗോതമ്പിൻ്റെ പ്രത്യേകത നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് വളരെ പതുക്കെ മാത്രമേ ഉയർത്തത്തുള്ളൂ. അതുപോലെ തന്നെ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞ ഫീലിംഗ് ആണ് ഗോതമ്പ് കഴിക്കുമ്പോൾ. അത് കാരണം കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ ഉപയോഗിക്കത്തില്ല. അപ്പോൾ ആഹാരത്തിൽ ഗോതമ്പിൻ്റെ അളവ് നന്നായി ഉപയോഗിക്കാം. അതേസമയം ചോറിൻ്റെ അളവ് കുറയ്ക്കണം, പച്ചക്കറിയുടെ അളവ് നന്നായിട്ട് കൂട്ടണം. അതുപോലെ തന്നെ മധുരം വളരെയധികം കുറയ്ക്കുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ എല്ലായ്പ്പോഴും സാധാരണ ഒരു മനുഷ്യൻ ഈ ഒരു രീതിയിൽ ആഹാരക്രമം കൊണ്ടുപോകുമ്പോൾ, ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ ദിവസം 3 നേരം നന്നായി ഭക്ഷണം കഴിക്കുക എന്നുള്ള ആ ഒരു ക്രമത്തിൽ മാറി കുറച്ച് ഭക്ഷണം പല സമയത്തായിട്ട് കഴിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് വരേണ്ടതാണ്. ഇപ്പോൾ സ്ത്രീകൾ വീട്ടിൽ ഭർത്താവിന് പ്രമേഹം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ പ്രമേഹം ഉണ്ടെങ്കിലോ കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളപ്പോഴും എല്ലാം ശ്രദ്ധിക്കേണ്ടത് പല സമയത്തായിട്ട് കുറച്ച് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഷുഗറിൻ്റെ അളവ് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആഹാരത്തിൽ കഴിയുന്നതും പയറ് വർഗ്ഗങ്ങളുടെ അളവ് കൂട്ടാനായിട്ട് മനസ്സിലാക്കുക. കാരണം പ്രോട്ടീനാണ് നമുക്ക് കൂടുതൽ ആവശ്യം. കാർബോഹൈഡ്രേറ്റ് അഥവാ ചോറ് അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ അളവ് ഒരു ക്രമത്തിന് മതി. ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ അളവ് വളരെ കുറച്ച് മതി. അപ്പോൾ പ്രോട്ടീനുള്ള ഭക്ഷണം സാധാരണ പയറുവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ചെറിയ മീൻ, വലിയ മീനും ഉപയോഗിക്കാം, പക്ഷേ അതിൽ ഫാറ്റിൻ്റെ അളവ് കൂടുതലാണ്. അത് കാരണം ചെറിയ മീനാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. പിന്നെ മുട്ടയുടെ വെള്ളക്കരു, അത് കഴിഞ്ഞ് ചിക്കൻ പോലത്തെ നോൺ വെജ് ആഹാരം ഉപയോഗിക്കാം, പക്ഷേ അതിൽ മട്ടൺ, ബീഫ് ഉപയോഗിക്കുന്നതിൻ്റെ അളവ് വളരെ കുറവായിരിക്കണം. അപ്പോൾ പ്രോട്ടീൻ ആഹാരം നന്നായി കഴിച്ച് അതിൻ്റെ കൂടെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ക്രമമായിട്ട് നിർത്തി ധാരാളം പച്ചക്കറികൾ ഉപയോഗിച്ച് ഫ്രൂട്ട്സ് എല്ലാ ദിവസവും മധുരം കുറഞ്ഞ ഫ്രൂട്ട്സ് നിർബന്ധമായും കഴിക്കേണ്ടതാണ്. ഈ ഒരു രീതിയിൽ പല സമയത്തായിട്ട്, അതായത് മിനിമം 5 സെർവിങ് ഒരു ദിവസം എടുക്കുക. ആ കൂട്ടത്തിൽ ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് WHO റെക്കമെൻഡ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഭക്ഷണം ക്രമീകരിക്കാൻ. ഇതിനോടൊപ്പം തന്നെ വ്യായാമത്തിന് വളരെയധികം പങ്കുണ്ട്. കഴിക്കുന്ന ആഹാരത്തിൻ്റെ എക്സസൈസായിട്ട് വരുന്ന ഭക്ഷണം ശരീരത്തിൽ ഫാറ്റായിട്ട് മാറാതെ അത് കൺവേർട്ട് ചെയ്ത് നമുക്ക് കൂടുതൽ ആരോഗ്യം പ്രദാനം ചെയ്യാനായിട്ട് വ്യായാമം കൂടിയേ തീരൂ. അത് കാരണം പ്രമേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് നമ്മൾ വരുമ്പോൾ തന്നെ മുഖ്യമായും പറയുന്നത് ആദ്യം ആഹാരം നന്നായി ക്രമീകരിക്കുക, രണ്ടാമത് നന്നായി വ്യായാമം ചെയ്യുക, മൂന്നാമത് മാത്രമേ മരുന്നുകൾക്ക് സ്ഥാനമുള്ളൂ. അപ്പോൾ നമ്മൾ മരുന്നിനെ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്ത് വ്യായാമം ഇല്ലാതെ ഇഷ്ടമുള്ള ആഹാരം കഴിച്ച് അല്ലെങ്കിൽ ക്രമം തെറ്റിയുള്ള രീതിയിൽ ആഹാരം കഴിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡയബറ്റീസ് അഥവാ പ്രമേഹം നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വ്യായാമത്തിലോട്ട് വരുമ്പോഴത്തേക്കും WHO റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ദിവസം 30 മിനിറ്റ് നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് നടത്തുക എന്നുള്ളതാണ്. അതായത് അത്യാവശ്യം കൈയും കാലും നന്നായിട്ട് അനക്കി കുറച്ച് സ്പീഡിൽ നടക്കുക, അതാണ് ബ്രിസ്ക് വാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും മിനിമം ചെയ്തിരിക്കണം. അങ്ങനെ 30 മിനിറ്റ്സ് 5 ഡേയ്സ് എ വീക്ക് എന്നുള്ള രീതിയിൽ ബ്രിസ്ക് വാക്കിംഗ് വ്യായാമത്തിന് വളരെ അത്യാവശ്യമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മരുന്നുകളിലേക്ക് വരുന്നത്. ശരിക്കും പ്രമേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് 2 കാറ്റഗറി ഉണ്ട്. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് ജന്മനാ തന്നെ കുഞ്ഞുങ്ങളിൽ അവരുടെ ജനറ്റിക് ആയിട്ടുള്ള വേരിയേഷൻസ് കാരണം ഉണ്ടാകുന്ന അസുഖമായതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു ഗുളിക കൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കില്ല. അവിടെ ഇൻസുലിൻ എന്ന് പറയുന്ന ഇഞ്ചെക്ഷൻസ്, ആ ഒരു മരുന്ന് കൊണ്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻസുലിൻ പമ്പ്സ് ഉണ്ട്. ഇപ്പോൾ അമേരിക്ക പോലത്തെ വളരെ വികസിതമായ രാജ്യങ്ങളിലാണെങ്കിൽ ഈ പാൻക്രിയാസിൻ്റെ ഗ്രന്ഥികളെ മാറ്റിവെക്കാനുള്ള ശസ്ത്രക്രിയ നടന്നു വരുന്നുണ്ട്. അതേസമയം നമ്മുടെ നാട്ടിൽ ടൈപ്പ് 1 ഡയബറ്റീസ് വരുന്ന കുട്ടികളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇൻസുലിൻ കൊടുത്ത് അവരുടെ ഷുഗറിൻ്റെ അളവ് കൃത്യമായി സൂക്ഷിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻഫെക്ഷൻസ്, അതായത് കഫക്കെട്ട് അല്ലെങ്കിൽ ശരീരത്തിൽ ചെറിയ മുറിവുകൾ വന്നാൽ അത് ഉണങ്ങാതിരിക്കുക, അത് വലിയ അൾസറായിട്ട് മാറുക, പിന്നെ സെല്ലുലൈറ്റിസ് ആവുക, അത് ബ്ലഡിലോട്ട് കയറി സെപ്റ്റിസീമിയ ആവുക, അങ്ങനെയുള്ള വളരെ മാരകമായ കണ്ടീഷൻസിലൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കാരണം ഇവരെ നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്ത് അവരുടെ ഷുഗർ എല്ലായ്പ്പോഴും വളരെ നോർമൽ റേഞ്ചിൽ കൊണ്ടുവന്ന് അവർക്ക് വേറെ അസുഖങ്ങളൊന്നും വരാതെ നോക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഈ ഷുഗറിൻ്റെ അളവ്, കൃത്യമായിട്ടുള്ള അളവ് എത്രയാണെന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. സാധാരണ നമ്മൾ നോർമൽ ഷുഗറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്
126 mg/% എന്നുള്ളൊരു രീതിയിലാണ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ. അതായത് രാത്രി ഭക്ഷണം കഴിച്ച് 8 മണിക്കൂർ ആഹാരം കഴിക്കാതെ രാവിലെ നമ്മൾ വെറും വയറ്റിൽ ബ്ലഡ് നോക്കുമ്പോഴത്തേക്കും അതിൽ ഫാസ്റ്റിങ്ങിൻ്റെ ബ്ലഡ് ഷുഗർ നമ്മൾ കാണുന്നത് 126 mg/% എന്നുള്ള രീതിയിലാണെങ്കിൽ അത് നോർമൽ എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. ഇത് ഒരുപാട് സ്റ്റഡീസ് നടത്തി നമുക്ക് കിട്ടിയ ഒരു വാല്യൂ ആണ്. ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ പല രാജ്യങ്ങളിലെ ആൾക്കാരുടെ ജനറ്റിക് കോമ്പോസിഷനിൽ അവരുടെ ശാരീരിക ഘടനയെ വെച്ചിട്ടും എല്ലാം മാറും. നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് 126 mg/% ആണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വാല്യൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ 100നും 126നും ഇടയിലാണ് നമ്മളുടെ വാല്യൂ എങ്കിൽ അത് വളരെ സേഫാണ്. പക്ഷേ 126ന് മേലെ കണ്ടു തുടങ്ങി 140ന് ഇടയിലൊക്കെ കാണുകയാണെങ്കിൽ അതിന് ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറയും. അപ്പോഴത്തേക്കും ആ ആൾക്കാർ ഭാവിയിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന രോഗത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നേരത്തെ കൂട്ടി തന്നെ നമ്മളത് മനസ്സിലാക്കി മധുരം അതുപോലെ ഫാറ്റ് ഇതെല്ലാം നേരത്തെ പറഞ്ഞ രീതിയിൽ ഭക്ഷണക്രമത്തിലോട്ട് വന്ന് നല്ല രീതിയിൽ വ്യായാമം ചെയ്ത് എല്ലായ്പ്പോഴും ഈ ഷുഗറിൻ്റെ അളവ് മാസത്തിലൊരിക്കലെങ്കിലും മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള വാല്യൂ 200 mg/% വരെ പോകാം നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ 200ന് മുകളിൽ പോവുകയാണെങ്കിൽ അവിടെയും ആദ്യം കുറച്ച് നാളത്തേക്ക് നമ്മൾ ഭക്ഷണക്രമവും അതുപോലെ തന്നെ വ്യായാമവും പിന്നെ നിർബന്ധിക്കും. അതിലും ഇവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അടുത്ത് പിന്നെ മരുന്നിലോട്ട് നമ്മൾ പോവുകയുള്ളൂ. 200 mg/% നിന്ന് മുകളിലേക്ക് വരുന്ന രോഗികൾക്ക് 1 മാസത്തെയോ അല്ലെങ്കിൽ 3 മാസം വരെയുള്ള സമയം നാച്ചുറലായിട്ട് കുറയ്ക്കാൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പോഴും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് ഗുളികകൾ കൊടുക്കുന്നു. അതിലേറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ തുടക്കത്തിലേ കൊടുക്കുന്ന ഒരു മരുന്ന് മെറ്റ്ഫോർമിൻ എന്നുള്ള ടാബാണ്. അതിന് വേറെ യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ല, കിഡ്നിയോ അല്ലെങ്കിൽ ലിവറിനെയോ ഒന്നും ബാധിക്കത്തില്ല. ഈ മെറ്റ്ഫോർമിൻ എന്നുള്ള ഗുളികയിൽ നിയന്ത്രിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മാത്രം മറ്റുള്ള കോമ്പിനേഷൻ മരുന്നുകളിലേക്ക് നമ്മൾ പോകും. പക്ഷേ എല്ലായ്പ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് ഇൻസുലിനാണ് പ്രമേഹത്തിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ബാക്കി ഏത് മരുന്ന് ഉപയോഗിക്കുന്നതിനെക്കാട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്ന് ഇൻസുലിൻ തന്നെയാണ്. പക്ഷേ എല്ലാ ആൾക്കാരിലും ഇൻസുലിൻ എടുക്കാനായിട്ട് ഒരു വൈമുഖ്യം കാണുന്നുണ്ട്. കാരണം കുത്തിവയ്പ്പ് എല്ലാവർക്കും പേടിയാണ്, അല്ലെങ്കിൽ അവിടെ കളർ വ്യത്യാസം വരും കുത്തിവയ്പ്പ് എടുക്കുന്ന സ്ഥലത്ത്, പിന്നെ അവിടെ മരവിക്കും അല്ലെങ്കിൽ അവിടെ രക്തം കട്ടപിടിക്കും, ഇങ്ങനെയുള്ള പല ധാരണകളുണ്ട്. പക്ഷേ യൂഷ്വലി അങ്ങനെയല്ല. ഇൻസുലിൻ എടുക്കുന്നത് നമ്മുടെ തൊലിയുടെ അടിയിലായിട്ടാണ്. അവിടെ കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ വേറെ ഈ പറഞ്ഞ യാതൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയില്ല. പക്ഷേ എല്ലായ്പ്പോഴും ഒരു ഡോക്ടറുമായിട്ട് ഇതിൻ്റെ ഒരു ഡോക്ടറുമായിട്ട് ചേർന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇൻസുലിൻ എടുക്കാവൂ. സ്വയം അതിൻ്റെ ഡോസും കാര്യങ്ങളും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്നതും കഴിയുന്നതും ഒഴിവാക്കേണ്ടതാണ്.